വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞെന്ന സ്വപ്നം മാത്രം ബാക്കിയാവുക, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് IVF ചെയ്തിട്ടും അത് പരാജയപ്പെട്ടു എന്ന് കേൾക്കേണ്ടി വരിക. ആ ഒരു സങ്കടം, ആ ഒരു മാനസികാവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യങ്ങൾ കേട്ടും മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഒന്ന് ഉറപ്പിച്ചു കേട്ടോളൂ, തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല, നമ്മൾ അറിയാതെ പോകുന്ന ചില ചെറിയ കാര്യങ്ങളിലാണ്. നിങ്ങൾ നാച്ചുറലി ട്രൈ ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ IVF ചെയ്യുന്നവരാകട്ടെ, നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളെയും എഗ്ഗിൻ്റെ ക്വാളിറ്റിയെയും സ്പേമിൻ്റെ ക്വാളിറ്റിയെയും വെറും കുറച്ച് ദിവസത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തികച്ചും പ്രകൃതിദത്തമായ ഒരു രഹസ്യക്കൂട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. പലപ്പോഴും കപ്പിൾസ് നേരിടുന്ന ഏറ്റവും വലിയ വിഷമം എന്തെന്നാൽ എല്ലാ ടെസ്റ്റുകളും ചിലപ്പോൾ നോർമൽ ആയിരിക്കും, പക്ഷേ പ്രഗ്നൻസി ആകത്തില്ല. അല്ലെങ്കിൽ IVF ചെയ്യുമ്പോൾ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവായതിനാൽ പരാജയപ്പെടുന്നു. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവും ഹോർമോൺ ഇംബാലൻസുമാണ്. ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിഹരിക്കാൻ പോകുന്നത് ഈ ഒരു വലിയ പ്രതിസന്ധിയെയാണ്. എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇന്ന് നമ്മൾ ഒരു ഫെർട്ടിലിറ്റി ബാർ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ഈ ഫെർട്ടിലിറ്റി ബാർ നിർമ്മിക്കാൻ നമുക്ക് 5 പ്രധാന ചേരുവകൾ വേണം. ഇതിൽ 4ാമതായി ചേർക്കുന്ന ആ ഒരു പ്രത്യേക വിത്ത് പുരുഷന്മാരിലെ ബീജങ്ങളുടെ എണ്ണവും ചലനശേഷിയും വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അത് ഏതാണെന്നും അത് എങ്ങനെ കൃത്യമായ അളവിൽ കഴിക്കണമെന്നും ഈ വീഡിയോയുടെ മധ്യത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം IVF ചെയ്യുന്നവർക്ക് ഭ്രൂണം ഗർഭപാത്രത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ആ ഒരു പ്രത്യേക ചേരുവ ഏതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ഫെർട്ടിലിറ്റി നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രത്യേകിച്ച് ചായയിലും കാപ്പിയിലും നമ്മൾ ചേർക്കുന്ന ഒരു സാധനം. അത് ഈ വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. കൂടാതെ ഈ പ്രോട്ടീൻ ബാർ കഴിക്കേണ്ട കൃത്യമായ സമയം ഏതാണ്, രാവിലെയാണോ അതോ രാത്രിയാണോ, അതറിയാതെ കഴിച്ചാൽ നിങ്ങൾക്ക് ബലം കിട്ടില്ല. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ അണ്ടത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ C, വിറ്റാമിൻ E അതോ വിറ്റാമിൻ D? ശരിയായ ഉത്തരം ഏതാണെന്ന് നമുക്ക് ഈ പ്രോസസ്സിനിടയിൽ പരിശോധിക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻ എത്രത്തോളം ശരിയാണെന്ന് നോക്കട്ടെ. നമ്മൾ ഈ വീഡിയോയിൽ 4 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ കുറച്ച് മിനിറ്റിൽ നമ്മൾ ചേരുവകളുടെ രഹസ്യ ഗുണങ്ങൾ മനസ്സിലാക്കും. അടുത്ത ഘട്ടത്തിൽ ഇത് പാകം ചെയ്യുന്ന ശരിയായ രീതി, മൂന്നാമത് ഇത് സെറ്റ് ചെയ്യുന്ന വിധം, ഒടുവിൽ IVFലും നാച്ചുറൽ പ്രഗ്നൻസിയിലും ഇത് എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന മെഡിക്കൽ ഗൈഡ്. നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചേരുവയാണ് സത്തു പൗഡർ, അതായത് വറുത്ത കടലപ്പൊടി. ഇത് പ്രോട്ടീൻ, ഇരുമ്പ്, ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുകയും ഹോർമോൺ ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് 1/2 കപ്പ് പീനട്ട് ബട്ടർ ആണ്. ഇതിലെ ഹെൽത്തി ഫാറ്റുകൾ സ്ത്രീകളിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനത്തിന് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് മധുരത്തിനായി പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ഇരുമ്പിന്റെ കലവറയാണ്. ഇത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് IVF ചെയ്യുന്നവരിൽ ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി, അതായത് എൻഡോമെട്രിയം ബലപ്പെടാൻ ഇത് സഹായിക്കും. അടുത്തതാണ് നമ്മുടെ സൂപ്പർ ചേരുവകൾ, തണ്ണിമത്തൻ വിത്തുകളും കുമ്പളങ്ങ വിത്തുകളും, അതായത് വാട്ടർമെലൺ സീഡ്സും പംകിൻ സീഡ്സും. ഓർക്കുന്നുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ ആ രഹസ്യ വിത്ത്? അതാണ് പംകിൻ സീഡ്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള സിങ്ക് പുരുഷന്മാരിലെ ശുക്ലത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും സ്ത്രീകളിൽ ഓവുലേഷൻ കൃത്യമാക്കാനും സഹായിക്കുന്നു. പലരും എന്നോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ചികിത്സ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ബന്ധുക്കളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടു മടുത്തു എന്ന്. മാനസിക വിഷമം ഹോർമോണുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ആ സമ്മർദ്ദം അങ്ങ് മാറ്റിവെക്കുക. ഇനി നമുക്ക് ചില സംശയങ്ങൾ തീർക്കാം. PCOD ഉള്ളവർക്ക് ഇത് കഴിക്കാമോ എന്ന് നിങ്ങളിൽ പലർക്കും ഡൗട്ട് കാണും. തീർച്ചയായിട്ടും കഴിക്കാം. ഇതിൽ പഞ്ചസാരയോ ആർട്ടിഫിഷ്യൽ ഷുഗറോ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന പ്രോട്ടീൻ ബാറിന്റെ അതേ ഗുണം ഇത് കഴിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ ആ ബാറിന് പകരമായിട്ട് ഇത് കഴിക്കാമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കാണും. വിപണിയിൽ കിട്ടുന്ന കെമിക്കൽ നിറഞ്ഞ പ്രോട്ടീൻ ബാറുകളേക്കാൾ 1000 മടങ്ങ് ഈ ഒരു ബാർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ലോ ഫ്ലെയിമിൽ ഒരു കട്ടിയുള്ള പാൻ വെച്ച് കുമ്പളങ്ങ, തണ്ണിമത്തൻ വിത്തുകൾ എന്നിവ ചെറുതായി വറുത്തെടുക്കുക. അവ പൊട്ടാൻ തുടങ്ങുമ്പോൾ മാറ്റിവെക്കണം. കരിഞ്ഞു പോകരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഈന്തപ്പഴം അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് പാനിൽ വഴറ്റുക. ഇത് ഈന്തപ്പഴം മൃദുവാക്കാനും ഈ ബാറിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും സഹായിക്കും. കുരു കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഈ വറുത്ത വിത്തുകൾ, വഴറ്റിയ ഈന്തപ്പഴം, സത്തുമാവ്,
പീനട്ട് ബട്ടർ എന്നിവ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം ഒരല്പം പോലും ചേർക്കരുത്. ഇവിടെയാണ് ഇനിയും പ്രധാനമായിട്ടൊരു കാര്യം വരുന്നത്. നിങ്ങളുടെ മിശ്രിതം വളരെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ അതിലേക്ക് അല്പം പ്രകൃതിദത്തമായ തേൻ ചേർക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഹണി ഒരിക്കലും ചേർക്കരുത്. നാച്ചുറൽ ഹണി ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച ഔഷധമാണ്. ഇനി ഇത് ഒരു ട്രെയിലാക്കി ബട്ടർ പേപ്പർ വെച്ച് നന്നായി അമർത്തി നിരത്തുക. ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റാകാൻ 30 മിനിറ്റ് ഫ്രീസറിലോ വെക്കുക. നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് പ്രോട്ടീൻ ബാർ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ 15 തൊട്ട് 20 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. നാച്ചുറലായി പ്രഗ്നൻസിക്ക് നോക്കുന്നവരും IVF ഇഞ്ചക്ഷനുകൾ എടുത്തു തുടങ്ങിയവരും ദിവസവും വൈകുന്നേരങ്ങളിൽ ചായയ്ക്ക് പകരമായി ഒരു കഷ്ണം പങ്കാളിയോടൊപ്പം കഴിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇന്നത്തെ ബോണസ് ടിപ്പ്: ഈ ബാർ കഴിക്കുന്നതിനൊപ്പം ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജീരകവെള്ളം കുടിക്കുന്നത് ഗർഭപാത്രത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. വിപണിയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കലും പ്രിസർവേറ്റീവ്സും നിറഞ്ഞ പ്രോട്ടീൻ ബാറുകളുടെ അതേ ലുക്ക് തന്നെയായിരിക്കും ഇതിന്. പക്ഷേ ഇതിൻ്റെ ഗുണം വളരെ കൂടുതലായിരിക്കും. ഇത് 100% നാച്ചുറലും ഫ്രഷും ആയതുകൊണ്ട് തന്നെ. ഈന്തപ്പഴത്തിൻ്റെ സ്വാഭാവികമായ മധുരവും വറുത്ത വിത്തുകളുടെ ക്രഞ്ചിനെസ്സും പീനട്ട് ബട്ടറിൻ്റെ റിച്ച്നെസ്സും ഹണിയുടെ ടേസ്റ്റും ഒക്കെ കൂടിച്ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇത് കഴിക്കാൻ അത്രയേറെ സ്വാദിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയും തോന്നില്ല. ഇനിയും പുറത്താണ് നിങ്ങൾ ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു 8 ദിവസം വരെ നിങ്ങൾക്ക് ഇത് വെളിയിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഹസ്ബൻഡും വൈഫും ദിവസവും വൈകുന്നേരം ചായക്കോ കാപ്പിക്കോ പകരമായിട്ട് ഈ ഒരു ബാർ കഴിക്കുക. ഓർക്ക് ചായയിലെ കഫീൻ ഫെർട്ടിലിറ്റി കുറയ്ക്കും. അതുകൊണ്ട് ചായ ഒഴിവാക്കി ഇത് കഴിക്കുന്നതാണ് ഇരട്ടി ബലം തരുന്നത്. ഇനിയും IVF ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇഞ്ചക്ഷനുകൾ ആരംഭിക്കുന്നത് മുതൽ അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് 1 മാസം മുൻപ് മുതൽ ഇത് കഴിച്ചു തുടങ്ങുക. ഇതിലെ സിങ്കും ഒമേഗ 3യും ഗർഭപാത്രത്തിലെ രക്തയോട്ടം കൂട്ടി എംബ്രിയോസ് വേഗത്തിൽ ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കും. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും നമുക്ക് ഈ ബാർ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു മുൻകരുതലോടെ മാത്രം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇത് കഴിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും നമ്മൾ ചേർത്ത ചേരുവകൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ നമ്മൾ ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടുണ്ട്. ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ, പ്രത്യേകിച്ച് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള ആദ്യത്തെ 14 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡിൽ ഈന്തപ്പഴം അമിതമായി കഴിക്കുന്നത് ശരീരത്തിൽ ചൂട് കൂട്ടാനും ഗർഭപാത്രം കോൺട്രാക്റ്റ് ആകാനും കാരണമായേക്കാം എന്ന് ചില പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ട്രാൻസ്ഫറിന് ശേഷം കഴിക്കാൻ ഈ ബാർ ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴം മാറ്റി അതിന് പകരമായിട്ട് ഉണക്കമുന്തിരി അല്ലെങ്കിൽ അല്പം പ്രകൃതിദത്തമായ തേൻ മധുരത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഈ ഒരു എനർജി ബാർ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇതിലുള്ള പീനട്ട് ബട്ടറും ഹെൽത്തി ഫാറ്റുകളും ഭ്രൂണം ഗർഭപാത്രത്തിൽ ഉറച്ചു നിൽക്കാൻ, അതായത് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ആകാൻ സഹായിക്കുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കും. കുമ്പളങ്ങ വിത്തിലും തണ്ണിമത്തൻ വിത്തിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, വിറ്റാമിൻ ഇ എന്നിവ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഭ്രൂണത്തിന് ആവശ്യമായ പോഷണം നൽകുകയും ചെയ്യും. മൂന്നാമതായി IVF മരുന്നുകൾ കഴിക്കുമ്പോൾ പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ട്. ഈ ബാറിലുള്ള സത്തുമാവിലും വിത്തുകളിലും ഒക്കെ ഫൈബർ ഉള്ളതിനാൽ മലബന്ധം ഒഴിവാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദിവസവും ഒരു ചെറിയ കഷ്ണം മാത്രം, ഒരു ബൈറ്റ് മാത്രം കഴിക്കുക, അമിതമാകരുത്. അതുപോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അല്പസമയം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം കഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക മെഡിക്കൽ അവസ്ഥകൾ, ഉദാഹരണത്തിന് ഉയർന്ന പ്രമേഹമോ അല്ലെങ്കിൽ അലർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ IVF ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശം കൂടിയിട്ട് തേടിയിട്ട് മാത്രം ഇത് നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാവുന്ന ചില പ്രധാന സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. തൈറോയ്ഡ് ഉള്ളവർക്ക് ഇത് കഴിക്കാമോ എന്നത്. തീർച്ചയായിട്ടും കഴിക്കാം. ഇതിലെ ചേരുവകൾ തൈറോയ്ഡ് ഹോർമോണിനെ ദോഷകരമായി ബാധിക്കില്ല. ഇനിയും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് തന്നെ കഴിക്കണോ എന്നുള്ളത്. ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണ തടസ്സങ്ങൾ എന്നത് സ്ത്രീയുടെ മാത്രം പ്രശ്നവുമല്ല, പുരുഷന്റെ മാത്രവും പ്രശ്നവുമല്ല. ഒരു കുഞ്ഞുണ്ടാകാൻ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ദമ്പതികൾ ഇരുവരും ഒന്നിച്ച് ഇത് കഴിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കുക. പലരും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ പോയി ലക്ഷങ്ങൾ കളഞ്ഞ് മടുത്തിട്ടുണ്ടാകും. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ കേട്ട് കരഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഒന്നേ പറയൂ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ മനസ്സമാധാനം കളയരുത്. പോസിറ്റീവായിട്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ബാക്കിയെല്ലാം പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ഇനി നിങ്ങളുടെ ഊഴമാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏത് വിഷയമാണ്? ഓപ്ഷൻ എ, IVF ആദ്യ തവണ തന്നെ വിജയിക്കാൻ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ.
ഓപ്ഷൻ ബി, പുരുഷന്മാരിലെ കൗണ്ടും ചലനശേഷിയും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൂട്ടാനുള്ള ഹോം റെമഡികൾ. ഇതിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് ഇപ്പോൾ തന്നെ താഴെ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി എന്ന് കമൻറ്റ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന വീഡിയോ അടുത്ത ആഴ്ച കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉടൻ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി വാട്സപ്പ് നമ്പർ എടുക്കുക. വാട്സപ്പിലൂടെ നമുക്ക് സംസാരിക്കാവുന്നതാണ്.